ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പ് ടൂളുകളെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു പേജ് നമ്മുടെ ഡോക്യുമെൻ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷേപ്പ് ടൂളുകളെ പറ്റി പഠിക്കാം. അപ്പം ഷേപ്പ് ടൂൾ എടുക്കാനായിട്ട് ടൂൾ ബാറിൽ ഇതാണ് ഷേപ്പ് ടൂളിൻ്റെ ഓപ്ഷൻസ്. റെക്റ്റാങ്കിൾ ടൂളുണ്ട്, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂളുണ്ട്, എലിപ്സ് ടൂളുണ്ട്, പോളിഗൺ ടൂളുണ്ട്, ലൈൻ ടൂളുണ്ട്, അതുകൂടാതെ കസ്റ്റം ഷേപ്പ് ടൂളുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൂളായ റെക്റ്റാങ്കുലർ ടൂള് എടുക്കാം. റെക്റ്റാങ്കുലർ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പേജിൽ കൊണ്ടുവന്ന് ഏത് പൊസിഷനിലേക്കാണോ വേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്കിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് ഫില്ല് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച ആ ഷേപ്പിലാണ് റെക്റ്റാങ്കുലർ വന്നത്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ. അത് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു സെലക്ഷനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പം സെലക്ഷൻ അല്ല, പകരം ഒരു ബോർഡറോട് കൂടിയ ഒരു ബോക്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഒരു ലെയറിലേക്ക് വേറെ ലെയറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെലക്ഷൻ വരും. കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെലക്ഷൻ വരും. അതിനുശേഷം നമ്മൾ പാലറ്റിൽ പോയിട്ട് ലെയർ പാലറ്റിൽ പോയിട്ട് പുതിയ ലെയർ ആഡ് ചെയ്ത് കൊടുത്താൽ അത് പുതിയ ലെയറായിട്ട് നമുക്ക് കാണാം. അത് വേറെ കളറ് ഫില്ല് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ പഠിച്ചതുപോലെ തന്നെ ഈ ലെയറിനെ ഈ കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള കളറ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമുക്ക് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ റെഡ് കളറ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഈ സെലക്ഷൻ കളയുന്നതിനായിട്ട് കീബോർഡിൽ കൺട്രോൾ ഡിയോ അല്ലെങ്കിൽ സെലക്റ്റിനകത്ത് പോയിട്ട് ഡീസെലക്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്താലും മതി. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പ് റെക്റ്റാങ്കുലർ ടൂള് സെലക്ട് ചെയ്യുക, നമ്മൾ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കളറ് ഫില്ലായിട്ടായിരിക്കും ബോക്സ് വരുന്നത്. കളറ് മാറ്റണമെങ്കിൽ നമ്മളിവിടെ ഈ കളറിൽ പോയി പിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറ് പിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ആ കളറ് ഇത് ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്നത് കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിയുമ്പം നമുക്കവിടെ ഒരു സെലക്ഷൻ വരും. ആ സെലക്ഷൻ ഉപയോഗിച്ച് കളറ് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം അത് വരച്ച് കഴിഞ്ഞ് റാസ്റ്ററൈസ് ചെയ്യണം. റാസ്റ്ററൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ഇപ്പം ഈ റെക്റ്റാങ്കുലർ ടൂൾ എടുത്തു, ഞാൻ വരച്ചു. പുതിയൊരു ലെയറിലേക്ക് മാറ്റുന്നില്ല എങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മേക്ക് എ സെലക്ഷൻ വരും. മേക്ക് എ സെലക്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ സെലക്ഷൻ വന്നു കഴിയും. പുതിയ കളറ് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് ഫില്ല് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ചോദ്യം വരും നമുക്ക്. ദിസ് ഷേപ്പ് ലെയർ മസ്റ്റ് ബി റാസ്റ്ററൈസ്ഡ് ബിഫോർ പ്രൊസീഡിങ്. റാസ്റ്ററൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓക്കെ കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് വരച്ചതിന് ശേഷം ഉടനെ തന്നെ കൺട്രോൾ എൻ്റർ കൊടുത്തിട്ട് കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ സെലക്ഷൻ വരും. ഒരു ന്യൂ ലെയർ ആക്കിയതിന് ശേഷം നമുക്ക് പുതിയ കളറ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫില്ല് ചെയ്താലും കളറ് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റെക്റ്റാങ്കുലർ വരച്ച് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ ഓപ്ഷൻ ബാറിനെ ഒന്ന് നോക്കിയേക്കാം. ഓപ്ഷൻ ബാറിൽ കുറച്ച് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഷേപ്പ് പാത്തായിട്ട് വേണോ പിക്സലായിട്ട് വേണോ എന്ന് ചോദിച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫിൽ കളർ. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് കളറിലാണ് നമുക്ക് ഫില്ലായിട്ട് വരേണ്ടതെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫിൽ കളർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ വയലറ്റ് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വയലറ്റ് കളർ വന്നു.
അത് കഴിഞ്ഞ് വരുന്നതാണ് സ്ട്രോക്ക്. ഇപ്പോൾ ഇവിടെ സ്ട്രോക്ക് നണ്ണായിട്ടാണ് കിടക്കുന്നത്, സ്ട്രോക്ക് ഒന്നും സെലക്ഷനല്ല. ഇവിടെ ഇപ്പോൾ ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ 1 പിക്സ് എന്നുള്ളത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കണ്ടോ ചേഞ്ചസ് വന്ന പുതിയത് വരച്ച് കൊടുക്കുമ്പോഴും ഒരു സ്ട്രോക്ക് അതിൻ്റെ കൂടി നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ ഒരു സ്ട്രോക്ക് കൂടി വരുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് വിഡ്ത്തും ഹൈറ്റും. ഈ നമ്മൾ വരയ്ക്കുന്ന ബോക്സിന് എത്ര വിഡ്ത്ത് വേണം എത്ര ഹൈറ്റ് വേണമെന്ന് കൊടുക്കാനായിട്ടാണ് ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ 497 px എന്നാണ് കിടക്കുന്നത്, പിക്സലാണ്. 352 പിക്സലാണ് കിടക്കുന്നത്. ഈ പിക്സൽ മാറ്റിയിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ എന്നാണെങ്കിൽ 5 cm എന്ന് കൊടുക്കണം. 5 എഴുതിയിട്ട് വേണം കൊടുക്കാൻ. 5 cm എന്ന അടുത്ത കോളത്തിനകത്തും 5 cm എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്ന ബോക്സ് ഈ പറയുന്ന അളവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മളിവിടെ അളവ് അടിച്ചു കൊടുക്കുമ്പം ഏത് സെൻറ്റിമീറ്ററിൽ വേണോ ഇഞ്ചസിൽ വേണോ പിക്സലിൽ വേണോ അതുകൂടി കൂട്ടി അടിച്ചു കൊടുക്കണം. 5 mm ആണെങ്കിൽ 5 mm എന്ന് അടിക്കണം, 5 cm ആണെങ്കിൽ 5 cm എന്ന് കൂടി അടിച്ചു കൊടുക്കണം. അതിനുശേഷം വരുന്നതാണ് ന്യൂ ലെയർ, കമ്പൈൻ ഷേപ്സ്, സബ്സ്ക്രൈബ് ഷേപ്സ്. ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന സെലക്ഷൻ ടൂളിനകത്ത് പഠിച്ചിരിക്കുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് അത്. അതായത് നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഓപ്ഷൻ നമ്മുടെ കമ്പൈൻ ആണെങ്കിൽ ഒരു ഷേപ്പിൻ്റെ കൂടെ മറ്റൊരു ഷേപ്പ് കൂടെ ആഡായിട്ട് വരും. 2 ഷേപ്പ് കൂടെ ഒന്നായിട്ട് കണ്ടോ മിക്സായിട്ട് വന്നു. ഒരു ഷേപ്പ് വരച്ച് ഞാൻ അതിൻ്റെ മേലെ വേറൊരു ഷേപ്പ് വരച്ചപ്പോഴേക്കും അത് രണ്ടും കൂടി മിക്സായിട്ട് വന്നു. അതാണ് കമ്പൈനായിട്ടാണ് സെലക്ഷൻ കിടക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്നത്. സബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ നമ്മളിപ്പം വരയ്ക്കുന്നതിൻ്റെ പകുതി ഭാഗം ആ രണ്ടാമത് വരച്ച ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൻ്റെ അത്രയും ഭാഗം ഇതിനകത്ത് നിന്ന് കട്ടായി പോകും. അത് കഴിഞ്ഞ് വരുന്നത് ഇൻ്റർസെക്റ്റ് ഷേപ്പ് ടൂൾ. ഇൻ്റർസെക്റ്റ് ആണെങ്കിൽ രണ്ടാമത് വരച്ച ആ ഷേപ്പിൻ്റെ അത്രയും ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പം ആ രണ്ടായിട്ട് 2 ഷേപ്സ് കൂടെ ഒന്നായ ഭാഗത്തെ കളർ നമുക്ക് പോയി. അതിനുശേഷം ബാക്കി ഭാഗത്തെ 2 കളറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മേർജ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേർജ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് രണ്ടും മേർജ് ചെയ്യാൻ മീൻസ് രണ്ടെണ്ണം ആയിരുന്നു, ആ രണ്ടും കൂടി നമ്മൾ ഒന്നാക്കി. 2 ബോക്സ് ആയിരുന്നു വരച്ചത്, അത് രണ്ടും കൂടി ഒന്നാക്കുന്നതാണ് മേർജ് ചെയ്യുക എന്ന് പറയുന്നത്. 2 ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്ന ഓപ്ഷൻസാണ് അലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേജ് മേക്കറിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അലൈൻമെൻറ്റ് ചെയ്യുക, ഒരേ അളവിൽ ഒരേ ദിശയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ റെക്റ്റാങ്കുലർ സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സെലക്ഷൻ എല്ലാം കൂടെ കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ പച്ച ബോക്സും നീല ബോക്സും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നോക്കാം ഓപ്ഷൻ ബാറിൽ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻസ് കണ്ടോ, അലൈൻ ലെഫ്റ്റ് എഡ്ജസ്. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബോക്സ് ലെഫ്റ്റ് കോർണറിലേക്ക് മാറി. ഇപ്പോൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി സെൻറ്റർ അലൈൻമെൻറ്റ് വരും. റൈറ്റ് കൊടുത്താൽ റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് പോകും. ടോപ്പ് കൊടുത്താൽ 2 ലെയറും കൂടെ ഒന്നായി പോകും, ടോപ്പിലേക്ക് പോകും. അതാണ് അലൈൻമെൻറ്റ് ഓപ്ഷൻസ്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ ടൂളിനെ പഠിച്ചു. റെക്റ്റാങ്കുലർ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിച്ചു, അതിനകത്ത് കളർ ഫില്ല് ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്ത ടൂളിനെ നമുക്ക് നോക്കാം. ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നോട്ടെടുത്തു.
A4 എടുത്തു. അതിനുശേഷം നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. റൗണ്ടഡ് റെക്റ്റാങ്കുലർ ടൂൾ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുമ്പോൾ നോക്കുക, നമ്മൾ വരച്ചിരിക്കുന്ന ആ റെക്റ്റാങ്കുലറിൻ്റെ സൈഡ് ഒന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാം. കോർണർ കണ്ടോ, ഒരു കേർവായിട്ട് അല്ലെങ്കിൽ റൗണ്ടഡ് ആയിട്ടാണ് ഇതിൻ്റെ കേർവ് വന്നിരിക്കുന്നത്. കണ്ടോ ഈ സൈഡുകൾ, അതാണ് റൗണ്ടഡ് റെക്റ്റാങ്കുലർ. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ബാറിൽ നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓപ്ഷനും കൂടിയുണ്ട്. ഈ റേഡിയസ് കൂട്ടി കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ റൗണ്ടിൻ്റെ ആ ഒരു വളവ് അല്ലെങ്കിൽ റൗണ്ടിൻ്റെ കോർണർ കുറച്ചുകൂടി കൂടിക്കൂടി വരുന്നത്. അത് കൂട്ടുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 20 ആയിരുന്നു, ഇവിടെ 50 കൊടുക്കുവാണ്. 50 കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ച് നോക്കുകയാണ്. 50 കൊടുത്തപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ഇതിൻ്റെ സൈഡ് കോർണറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കിതിനൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസിനകത്തും ഇതേ ഓപ്ഷൻ തന്നെയുണ്ട്. ഇവിടെ നമുക്ക് വിഡ്ത്ത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രോക്കിൻ്റെ കളർ ചോദിച്ചിട്ടുണ്ട്. സ്ട്രോക്ക് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓപ്ഷൻ ബാറിൽ കണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പം 4 കോർണറിനും 50 വീതമാണ്. 50 ഇപ്പം 49 ആയി. 50 വീതമായിരുന്നു കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ലോക്ക് ഇട്ടതിന് ശേഷം ഒരു സൈഡിൽ 20 ഞാൻ കൊടുക്കുന്നു. ദെൻ അടുത്ത സൈഡിലും 20 കൊടുക്കുന്നു. അപ്പം നമ്മുടെ പിക്ചറിനകത്ത് വന്ന വ്യത്യാസം നോക്കുക. കണ്ടോ, വേറൊരു ഷേപ്പിലേക്ക് മാറി. അങ്ങനെയും നമുക്കവിടെ പലതരം ഷേപ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ സൈഡും ഒരുപോലെയാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഈ ലോക്ക് വേണ്ടെന്ന് വയ്ക്കണം. ഇനി ഒരേപോലെ അല്ല വേണ്ടതെങ്കിൽ വേണ്ടാതെ അളവ് കൊടുക്കാനായിട്ട് നമ്മൾ ലോക്ക് ഇട്ടതിന് ശേഷം ഇവിടെ എത്രയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോർണറായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ടൂൾ ഏതാണെന്ന് നോക്കാം. ടൂൾ ബാറിൽ പോയി എലിപ്സ് ടൂൾ മീൻസ് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്ത് വരച്ച് നോക്കുമ്പോൾ അറിയാം. എലിപ്സ് ടൂൾ എന്ന് പറയുന്നത് ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പിൽ വരുന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻസും ഇതുപോലെ തന്നെ ഓപ്ഷൻ ബാറിലുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടീസിനകത്തും ഓപ്ഷൻസ് പലതുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോന്ന് വരച്ച് നോക്കുക, കളർ ചേഞ്ച് ചെയ്ത് നോക്കുക, പാത്ത് ഓപ്പറേഷൻസൊക്കെ വായിച്ച് നോക്കുക. അതിനുശേഷം വരുന്നതാണ് പോളിഗണൽ ടൂൾ എന്ന് പറയുമ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്ത് വരച്ച് കാണിക്കാം. പോളിഗണൽ ടൂൾ വരയ്ക്കുമ്പോഴേക്കും നമ്മളോട് ഇതിന് ക്രിയേറ്റ് പോളിഗൺ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിനകത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ്സ് വേണം. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 5 വന്നിരിക്കുന്നത്. അപ്പോൾ 5 കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ 5 സൈഡുള്ള ഒരു പോളിഗണലായിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 8 കൊടുത്തു. അതിനുശേഷം ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് വരച്ച് കഴിയുമ്പം വരുന്നതാണ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷേപ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനും ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിനും എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്യാവുള്ളൂ എങ്കിൽ അത് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ലൈൻ ടൂൾ എന്ന് പറയുന്നത് ലൈൻ വരയ്ക്കാനുള്ളതാണ്. ഇനി ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓരോ ലൈൻസ് വരുന്നതാണ്. അതിൻ്റെ കളർ എഡിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ബാറിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യെല്ലോ ആണ് കിടക്കുന്നത്. യെല്ലോ മാറ്റി ഞാൻ റെഡിലേക്ക് സെലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ റെഡ് കളറുള്ള സ്ട്രോക്കായിട്ട് വരുന്നതാണ്. സ്ട്രോക്കിനും ഇതേപോലെ തന്നെ ഓപ്ഷൻ ബാറിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ,
സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സ്ട്രോക്ക് എടുക്കുന്നു. സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസ് ഇവിടെ പലത് കൊടുത്തിട്ടുണ്ട്, പലതരം സ്ട്രോക്കുണ്ട്. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം വരച്ച് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത രീതിയിലുള്ള സ്ട്രോക്കുകൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു ലൈൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ശേഷം വരുന്ന നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടൂളാണ് കസ്റ്റം ഷേപ്പ് ട്യൂബ്. കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ബാറിൽ പുതിയൊരു ഷേപ്പിൻ്റെ ഒരു ബോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഷേപ്പുകൾ. അതായത് നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഗ്രാഫിക്സിൽ തന്നെ നമുക്ക് കുറച്ച് ഷേപ്സുകൾ ക്രിയേറ്റ് വന്നിട്ടുണ്ട്. ഈ ഷേപ്സിനെ നമുക്ക് നമ്മുടെ പേജിലേക്ക് വരയ്ക്കാവുന്നതാണ്. ഇവിടുന്ന് ഏത് വേണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്ത ഷേപ്പിലൊരു ഷേപ്പ് നമുക്കിവിടെ ക്രിയേറ്റായി വരുന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലക്ഷനായിട്ട് നിൽക്കും. അപ്പോൾ ആ സെലക്ഷൻ പോകാനായിട്ട് നമ്മൾ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തിട്ട് ന്യൂ ലെയർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്ത് നമ്മുടെ സെലക്ഷൻ കളയുക. അതാണ് കസ്റ്റം ഷേപ്പ് ടൂൾ. അതായത് കുറച്ച് കസ്റ്റമായിട്ടുള്ള ഷേപ്സ് നമുക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ അലൗ ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഷേപ്സിനെ നമ്മുടെ വർക്കിലേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാനിത് ലീഫിൻ്റെയാണ് എടുത്തത്. അതിനുശേഷം വൈൽഡ് ആനിമൽസ് ഇതുണ്ടോ, ഒരു ടൈഗറിൻ്റെ പടം. ഞാൻ ടൈഗറിൻ്റെ പടം എടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്തു. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത കളറാണ് വരുന്നത്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കളർ പിക്ക് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം ന്യൂ ലെയറിലേക്ക് മാറിയതിന് ശേഷം ഏത് കളർ വേണോ ആ കളറ് പിക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ കസ്റ്റം ഷേപ്പ് ടൂളിനകത്ത് നമ്മൾ പുതിയ വെർഷനകത്താണ് ഈ ട്രീസിൻ്റേതും ആനിമൽസിൻ്റേതും അങ്ങനെ കുറേ വേറെ കുറച്ച് ബോട്ട്സ്, ഫ്ലവേഴ്സ്, ലീഫ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പഴയ വെർഷനിലാണെങ്കിൽ വേറെ കുറച്ച് ഷേപ്സ് ഒക്കെ ആയിരിക്കും കാണുന്നത്. ആ ഷേപ്സാണ് കുറച്ചുകൂടെ ഉപകാരപ്പെട്ടത്. അപ്പോൾ ആ ഷേപ്സ് നിങ്ങളുടെ പഴയ വെർഷനാണെങ്കിൽ അത് ഉപയോഗിച്ച് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ ഫില്ല് ചെയ്ത് നോക്കുക, പുതിയ ലെയറാക്കി നോക്കുക. ഇവയൊക്കെയാണ് ഷേപ്സ് ടൂൾസും. ഇനി നമ്മൾ ടൂളിനകത്ത് ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. നമ്മൾ ബാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൂൾസ് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ടൂൾ ബാറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന ഈ ഓപ്ഷനാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് മോഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് മോഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഈ പേജിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു വിൻഡോയിൽ എല്ലാ ഓപ്ഷൻസും കാണാം. ഓപ്ഷൻ ബാർ കാണാം, മെനു ബാർ കാണാം, അതുപോലെ പ്രോപ്പർട്ടീസ് കാണാം, ലെയറിൻ്റെ ഈ ലെയർ പാലറ്റ് കാണാം, എല്ലാം കാണാം. അതേസമയം ഞാൻ അടുത്തത് ക്ലിക്ക് ചെയ്യണം ഫുൾ മോഡ് വിത്ത് മെനു ബാർ. ഫുൾ മോഡ് വിത്ത് മെനു ബാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബാർ ഹൈഡ് ആകും. എന്നിട്ട് മെനു ബാർ ഉണ്ട്, ബാക്കി ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതിനുശേഷം മൂന്നാമത് ഒരു ഓപ്ഷനുണ്ട് ഫുൾ സ്ക്രീൻ മോഡ്. ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഡോക്യുമെൻറ്റിലെ ചെയ്തിരിക്കുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ മെനു ബാർ കാണത്തില്ല, ഓപ്ഷൻ ബാർ കാണത്തില്ല, ടൂൾ ബാർ കാണത്തില്ല, പാലറ്റ്സ് ഒന്നും കാണത്തില്ല, ലെയർ സ്റ്റൈൽ ഒന്നും കാണത്തില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് മാത്രമേ അപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതാണ് ഫുൾ സ്ക്രീൻ മോഡ് എന്ന് കൊടുക്കുന്നത്. ഇതിന് കീബോർഡിൽ ഒരു ഷോർട്ട് കട്ടുണ്ട്. കീബോർഡിൽ F പ്രസ് ചെയ്താൽ മതി. F പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ മോഡുകൾ ഓരോ തവണയും മാറി മാറി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോട്ടോഷോപ്പിൻ്റെ ടൂള്. ഇനി എന്തെങ്കിലും ഡൗട്ട് ടൂളിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ, ഞാൻ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് വർക്കായിട്ട് ചെയ്ത് കാണണമെങ്കിൽ ഏത് വർക്കാണ് ചെയ്ത് വേണ്ടതെന്ന് കൂടി പറയണം, ചെയ്ത് കാണിക്കാനാണ്. താങ്ക് യു.